ബോസ് സീസൺ മലയാളം 8 സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കോമണേഴ്സിനായിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. പ്രശ്നമാണോ അഡ്വാൻറ്റേജ് ആണോ എന്ന് കാത്തിരുന്ന് കാണാം. ഇപ്രാവശ്യത്തെ കോമണേഴ്സിനൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാളായിട്ടാണ് ഈ അഗ്നി പരീക്ഷ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സൈഡിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കോമണേഴ്സിന് ഈ ബിഗ് ബോസ് സീസൺ 8 ഭാഗമാവാൻ പറ്റും. ഒരു 1-2 ആഴ്ചയായിരിക്കും അവർ തമ്മിലുള്ള മത്സരം. ആ മത്സരം ഇപ്പോൾ ലൈവായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ എപ്പിസോഡായിട്ടാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ആണോ കാണിക്കുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് പുതിയ രീതിയിലാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ പഴയ അന്യഭാഷാ സീസണുകളിൽ ഉള്ളതുപോലെ തന്നെയാണോ കാണിക്കുന്നതെന്ന് നമുക്ക് പറയാറായിട്ടില്ല. അത് ആ അഗ്നിപരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കോമണേഴ്സും അത്യാവശ്യം അവർക്കൊരു ചെറിയ ഫെയിം കിട്ടുന്നതായിരിക്കാം. അവർക്ക് അതുകൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടായിരിക്കാം. കാരണം ഇത്ര അധികം പ്രേക്ഷകരുള്ള ഒരു ഷോയിലേക്കാണ് അവർ പങ്കെടുക്കുന്നത്. അതിൽ വിജയിച്ച് വരുന്ന ആളുകൾക്ക് എന്നിരുന്നാലും ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട ഷോയിലേക്ക് കയറാനും പറ്റും. പക്ഷേ ഇവിടെ ഇരുതല മൂർച്ച എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കറിയാം കഴിഞ്ഞ പല സീസണുകളിലും അതിപ്പോൾ കോമണേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും വിന്നറായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ടോപ്പ് 5 വന്നിട്ടുള്ള ആളുകളുടെ ഒരു സ്ട്രാറ്റജീസ്, അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് കളി സ്റ്റാർട്ട് ചെയ്തത്, കൊണ്ടുപോയത്, അവസാനിപ്പിച്ചത്, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് അവർ ഓൾറെഡി ഫേമസ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിനകത്തുള്ള കൂടെ മത്സരിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലായത് ഇത് ഇവളുടെ പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇവന്റെ പ്ലാൻ ആയിരുന്നു, നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പിടിവിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോമണേഴ്സിന് ഒരു സൈഡിൽ ഫെയിം ആവുന്നു. അത് ഇപ്പോൾ ചില ആളുകൾ ഔട്ടായി വളരെ കുറച്ച് പേരായിരിക്കും ചിലപ്പോൾ മെയിൻ എപ്പിസോഡിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ഔട്ടായി പോയവർക്ക് കുഴപ്പമില്ല, അവർ ഓൾറെഡി കുറച്ച് ഫെയിമോട് കൂടിയിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. പക്ഷേ മെയിൻ സീസണിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവരുടെ ഈ എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ കൂടെ മത്സരിക്കാൻ പോകുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറാം. ഇനി ബിഗ് ബോസ് ടീം ഇവരുടെ പെർഫോമൻസസ് അല്ലെങ്കിൽ അത് കാണാത്ത രീതിയിൽ ഓൾറെഡി ഇവരെ ഈ അഗ്നിപരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ ഇവരെ വിളിപ്പിക്കുകയും അവരെ ഒരു ക്വാറന്റൈൻ പോലെ വെക്കുകയോ അല്ലെങ്കിൽ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്യോ എന്നറിയില്ല. അതുണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടെ മത്സരിക്കാൻ പോകുന്ന ആളുകൾ ഇവരെ പെർഫോമൻസ് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, വൈൽഡ് കാർഡ് എൻട്രീസും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കോമണറായിട്ടുള്ള ആൾക്കാർ ഒരു സ്ട്രാറ്റജി ഇതൊക്കെ പിടിച്ചിട്ടായിരിക്കും വരുന്നത്. അവരത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് സീസൺ 8 കയറാനായിട്ട് അത് ചിലപ്പോൾ പ്രയോഗിച്ചു തുടങ്ങും. ഈ ഒരു സ്ട്രാറ്റജീസ് പ്രയോഗിച്ച് അവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ മറ്റുള്ള ആളുകൾ, സെലിബ്രിറ്റീസും അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും ചിലപ്പോൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഷോയിലേക്ക് വരുന്നത്. പിന്നെ ഇവർ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും, അത് ഇപ്പോൾ നമ്മുടെ അനീഷാണെങ്കിലും അല്ലെങ്കിൽ അനുമോളാണെങ്കിലും അല്ലെങ്കിൽ അതിനു മുമ്പ് അഖിൽ മാരാർ അല്ലെങ്കിൽ നമ്മുടെ ജിൻഡോ, ഇങ്ങനെ പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം ഇത് ആദ്യം മനസ്സിലാക്കിയിട്ടാണ് ബാക്കിയുള്ളവർ കയറുന്നതെങ്കിൽ കോമണേഴ്സിന്, വിൻ ചെയ്ത് വന്ന കോമണേഴ്സിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്ന സംശയമാണ്. പിന്നെ അവർ അത്ര എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കണം. അവരുടെ പ്ലാനുകൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് കളിക്കാൻ കഴിവുള്ള കോമണേഴ്സ് ആണെങ്കിൽ വിജയിച്ച് പോയി ചിലപ്പോൾ കപ്പ് നേടാം. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇരുതല മൂർച്ച ഉള്ള വാളായിട്ട് കോമണേഴ്സിന് വന്നേക്കാം. അത്
ആ കോമണേഴ്സ് അത് ചിന്തിച്ച് ബുദ്ധിപൂർവം ഫസ്റ്റ് അഗ്നിപരീക്ഷയിൽ എങ്ങനെ കളിക്കണം, അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യണം, ഷഫിൾ ചെയ്യണം, അതൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ മലയാളം 8ലേക്ക് കയറിക്കഴിഞ്ഞാൽ അധികം ഒരു മൈലേജ് ഇല്ലാതെ തന്നെ ചിലപ്പോൾ പുറത്താവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഗ്നിപരീക്ഷ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കും ബിഗ് ബോസ് റിലേറ്റഡ് ഡിസ്കഷൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.